കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വേലായുധൻ്റെ മകൾ റാണിയാണെങ്കിൽ വേറെ ആരെയൊക്കെ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അവിടെയെങ്കിലും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ കുട്ടിയാകെ വിഷമിക്കുകയാണ്. അന്നേരം ഈ വേലായുധൻ്റെ ഭാര്യ വന്ന് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പോലീസിൽ അറിയിക്കാമെന്ന്, ഇതിപ്പോൾ ചിലപ്പോൾ വേറെ ആരെങ്കിലും കൊണ്ടുപോയതായിരിക്കും, ആ ചാച്ചപ്പൻ്റെ ഗുണ്ടകളായിരിക്കും എന്നൊക്കെ ഇവർ സംസാരിക്കുകയാണ്. അന്നേരം ചിലപ്പോൾ അച്ഛൻ മാറി നിൽക്കുന്നതായിരിക്കും ആ ഗുണ്ടകളെ പേടിച്ച്. അപ്പോൾ കല്യാണം ആകുമ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും, നമുക്ക് ഒന്നൊരു രാത്രി കൂടി നോക്കിയിട്ട് പോലീസിൽ പരാതി കൊടുക്കാം, അവൻ്റെ അച്ഛൻ ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസിനെ പറ്റിച്ചു എന്നും പറഞ്ഞ് അതിൻ്റെ പേര് കേസെടുക്കും, പോലീസുകാരൊന്നും ഇവിടെ നിന്ന് മാറത്തില്ല എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണു വരുന്നുണ്ട്. തുടർന്ന് വിഷ്ണു വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ സത്യത്തിൽ സംഭവിച്ചത്, ഫോൺ വിളിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടിയാണെങ്കിൽ ഉണ്ടായ കാര്യം പറയുന്നുണ്ട്. ഓട്ടോയിൽ നിന്ന് വന്നിറങ്ങിയതും സാധനം മേടിക്കാൻ പോയപ്പോഴും ചായ കുടിക്കാൻ വേണമെന്ന് പറഞ്ഞത് ആ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇനി പോലീസുകാരെങ്ങാനും കൊണ്ടുപോയതായിരിക്കും ചോദ്യം ചെയ്യാനായിട്ട്, പഴയ പോലീസ് കുറേ കേസുകളൊക്കെ ഇല്ലേ, ഇനിയിപ്പോൾ ചാച്ചപ്പൻ്റെ ഗുണ്ടകളാണോ എന്നൊക്കെ അവരിങ്ങനെ വിഷ്ണുവിനോട് സംശയം പറയുകയാണ്. പിന്നെ വിഷ്ണു കുറേ ആലോചിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് എനിക്കറിയാം, പോലീസും നമ്മൾ സംശയിക്കുന്നവരൊന്നും അല്ല എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞു നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട് അബൂബക്കറാണ് കൊണ്ടുപോയതെന്നുള്ളത്. എന്ന് വെച്ചാൽ ആ ഒരു കൊലപാതകത്തിൻ്റെ ആ ഒരു കാര്യം അവർ പറഞ്ഞല്ലോ, അപ്പോൾ അതറിയാൻ വേണ്ടി മിക്കവാറും അബൂബക്കറാണ് കൊണ്ടുപോയതെന്ന് വിഷ്ണുവിന് മനസ്സിലാവുകയാണ്. തുടർന്ന് രാത്രിയാണെങ്കിൽ ഇങ്ങനെ ശാലിനി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഒരു ഉറക്കത്തിൽ ഇങ്ങനെ ഉണർന്ന് ശാലിനി ഇങ്ങനെ കൈ ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ കട്ടിലിൽ വിഷ്ണു ഇല്ല. അന്നേരം ശാലിനി വിഷ്ണുവേട്ടാന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് എഴുന്നേറ്റ് ലൈറ്റ് ഇടുകയാണ്. എന്നിട്ട് ബാത്റൂമിൻ്റെ എല്ലായിടും നോക്കുന്നുണ്ട്, പക്ഷേ വിഷ്ണുവിനെ കാണുന്നില്ല. പക്ഷേ ഇതേ സമയം വിഷ്ണു ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. ആ ഒരു അബൂബക്കറിൻ്റെ ആ ഒരു ഗോഡൗണിലേക്കാണ് വിഷ്ണു പോകുന്നത്. തുടർന്ന് ശാലിനി ആണെങ്കിൽ അവിടെ വാതിൽ മോളിൽ നിന്നും ബാൽക്കണിയിലൂടെ താഴേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി കാണുന്നില്ല. അപ്പോൾ എന്നോട് പറയാതെ വണ്ടി എടുത്തിട്ട് ഇത് എവിടെയാണ് പോയത് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. സമയത്ത് വിഷ്ണു അവിടെ ആ ഗോഡൗണിൽ എത്തുന്നുണ്ട്. എത്തിയിട്ട് അകത്തേക്ക് കയറി നോക്കുമ്പോൾ വേലായുധം തറയിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. കുറേ പേര് ഉറങ്ങുന്നു, ഒരാളിരുന്ന് ഫോണും കാണുന്നുണ്ട് ഗുണ്ടകൾ. അന്നേരം ഈ സമയത്ത് ശാലിനി വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം വിഷ്ണു പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ഇതെന്താ കട്ട് ചെയ്തതെന്നും പറഞ്ഞിട്ട് ശാലിനി വീണ്ടും അവിടെ ഇരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലീസ് വണ്ടി വന്ന് നിൽക്കുകയാണ് അവിടെ വെളിയിൽ. ആ സൈറൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വിഷ്ണു അപ്പുറത്തേക്ക് അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. തുടർന്ന് ഈ SI സോമശേഖരനും സംഘമൊക്കെയാണ് വരുന്നത്. അവരിങ്ങനെ വന്നിട്ട് അകത്തേക്ക് നോക്കുമ്പോൾ ഇവരെല്ലാവരെയും കാണുന്നുണ്ട്. അങ്ങനെ ഡാ എന്ന് വിളിച്ചിട്ട് പിടിക്കവരെ എന്നിങ്ങനെ പോലീസുകാരോട് പറയുമ്പോൾ ഈ ഗുണ്ടകളെല്ലാം ഇറങ്ങി ഓടുകയാണ്. അന്നേരം വേലായുധനെ പിടിച്ചങ്ങോട്ട് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അന്നേരം വേലായുധൻ പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യില്ല, എന്നെ അവർ തട്ടിക്കൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഓടിപ്പോയ ഗുണ്ടകളുടെ പുറകെ 3-4 പോലീസുകാർ ഓടുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അന്നേരം അവന്മാരൊക്കെ ഓടിപ്പോയി സാറെന്ന് പറയുമ്പോൾ അവർ പോട്ടെ, ഇവൻ തൽക്കാലം ഇവനെ കിട്ടിയല്ലോ, പിടിച്ച് ജീപ്പിൽ കയറ്റിയെന്ന് പറഞ്ഞിട്ട് വേലായുധനെയും ജീപ്പിൽ കയറ്റിക്കൊണ്ട് ഇവർ പോകുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ അതെല്ലാം മറഞ്ഞു നിന്ന് കാണുന്നേ ഉള്ളൂ, വിഷ്ണുവിനെ കാണുന്നുമില്ല. അതിനുശേഷം വിഷ്ണു ഇങ്ങനെ ജീപ്പിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ശാലിനി വീണ്ടും ഫോൺ ചെയ്യുകയാണ്, പക്ഷെ വിഷ്ണു എടുക്കുന്നില്ല. അതിനുശേഷം വിഷ്ണു കമലിനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം കമലിനെ ഇങ്ങനെ ഓട്ടോ ഓടിച്ച് തിരികെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എന്താ ആശാൻ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ എന്താ കാര്യം, സീരിയസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ പാതിരാത്രിക്ക് ഞാൻ നിന്നെ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അതേസമയം ശാലിനി ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ എൻഗേജ്ഡ്, വിഷ്ണു ഇങ്ങനെ നോക്കുന്ന കാണിക്കുന്നുണ്ട് ശാലിനി വെയിറ്റിംഗ് എന്നുള്ളത്. പക്ഷേ കമലിനോട് പറയുന്നുണ്ട്, ഞാൻ വരേണ്ട സ്ഥലം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവം എന്താ ഡയലോഗ് കാണിക്കുന്നില്ല, എന്തൊക്കെയോ വിഷ്ണു ആണെങ്കിൽ കമലിനെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ ദാ എത്തി എന്ന് പറഞ്ഞ് കമല ഓടി വരികയാണ്. അതേസമയം എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ വണ്ടി എടുക്കുകയാണ്. അന്നേരവും ശാലിനി വീണ്ടും വിളിക്കുന്നുണ്ട്. അന്നേരം എൻഗേജ്ഡ് ആണല്ലോ, എൻ്റെ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചാണ് വീണ്ടും ശാലിനി വിളിക്കുന്നത്. അന്നേരം വിഷ്ണു അങ്ങ് ഫോൺ ഓഫ് ചെയ്യുന്നുണ്ട്. അന്നേരം ശാലിനി മൂന്നാമതും വിളിക്കുമ്പോൾ ഫോൺ ഓഫ്. അന്നേരം ശാലിനിക്ക് ആകെ ദേഷ്യം വന്നങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ വിഷ്ണു ആകെ ഗൗരവത്തിൽ വണ്ടി ഓടിച്ചു പോവുകയാണ്. തുടർന്ന് വിഷ്ണു വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് കമലിന് ഓട്ടോയായിട്ട് വരുന്നുണ്ട്. അന്നേരം എന്താ അച്ഛനെ കാര്യമൊന്നും പറഞ്ഞ് ചെല്ലുകയാണ്. അന്നേരം നമുക്കൊരു കുഴി എടുക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഈ രാത്രിയിലോ, നാളെ എടുത്താൽ പോരെയും ചോദിക്കുകയാണ്. അന്നേരം ഇപ്പം തന്നെ വേണമെന്ന് പറയുകയാണ്. അതിന് മൺവെട്ടിയും പിക്കാസും ഒക്കെ വേണമെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ഒപ്പിക്കാമെന്ന് ഇങ്ങനെ കമലം പറയുന്നുണ്ട്. കുറച്ച് മണിക്കൂറുകളെ നമ്മളെ മുന്നിൽ ബാക്കിയുള്ളൂ, അതിനകത്ത് വെച്ച് എല്ലാം ചെയ്ത് തീർക്കണം എന്ന് പറയുകയാണ്. എന്നോട് നിൽക്കുന്നതിന് നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പേടിയൊന്നുമില്ല, ആശാന്റെ കൂടെ അല്ലേ, എനിക്കൊന്നും വരാതെ ആശാൻ കൈകാര്യം ചെയ്യണോ എന്നൊക്കെ എനിക്കറിയാം, പിന്നെ എനിക്കെന്തിനാ പേടി എന്നൊക്കെ കമലം പറയുകയാണ്. വിഷ്ണുവിന് ആകപ്പാടെ ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെയാണ്. അന്നേരം അത് മതി, നീ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് കമലിന്റെ തോളിലേക്ക് ഇങ്ങനെ ഒരു ആശ്വാസം എന്ന പോലെ വിഷ്ണു തട്ടുന്നുണ്ട്.
അന്നേരം പക്ഷേ വിഷ്ണുവിന് ആകെപ്പാടെ ഒരു വെപ്രാളമൊക്കെയാണ്. എന്ന് വെച്ചാൽ ഈ വേലായുധനെ പോലീസ് കൊണ്ടുപോയിരിക്കുകയല്ലേ. അപ്പോൾ അവരുടെ ആ ഭീഷണിപ്പെടുത്തലും പേടിപ്പെടുത്തലും ഒക്കെ വേലായുധമുള്ള സത്യം പറഞ്ഞാൽ ആ ഒരു നസീറിൻ്റെ ബോഡി മറവ് ചെയ്തിരിക്കുന്ന അത് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ പോകുന്നതൊക്കെ. അന്നേരം നീ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കുമെന്ന് പറയും, വണ്ടിയിലോട്ട് കയറുമെന്ന് പറയുകയാണ്. അന്നേരം ഈ സമയത്ത് ശാലിനി ആണെങ്കിൽ കമലിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം അച്ഛൻ ഏട്ടത്തിയമ്മയാണെന്ന് പറയുമ്പോൾ നീ എടുക്കണ്ട എന്ന് പറയുകയാണ്. അന്നേരം ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എടുക്കണ്ട, നീ ഉറക്കമാണെന്ന് കരുതിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഉറക്കമല്ലല്ലോ, ഞാൻ ആശാൻ്റെ കൂടെ നിൽക്കുകയല്ലേ എന്ന് കമലം പറയുകയാണ്. വിഷ്ണുവിനകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. എടാ അത് ശാലിനിക്ക് അറിയില്ലല്ലോ, നീ വണ്ടിയിലോട്ട് കയറ് എന്ന് പറയുകയാണ്. തുടർന്ന് കമലം വണ്ടി കയറുന്നുണ്ട്. വീണ്ടും ശാലിനി വിളിക്കുകയാണ്. അന്നേരം എന്തോ കുഴപ്പമുണ്ട് ആശാനതേ വീണ്ടും വിളിക്കുന്നു. അന്നേരം അത് 1-2 വട്ടം അടിച്ച് നിർത്തിക്കോളും, നീ അവിടെ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോവുകയാണ്. അന്നേരം വിഷ്ണുവിനകപ്പാടെ ഒരു വെപ്രാളവും ടെൻഷനും ഒരു പരിവേശമൊക്കെയാണ്. ഈ ഒരു സമയത്തിനകത്ത് വെച്ച് പെട്ടെന്ന് ആ ഒരു കാര്യം ചെയ്തു തീർക്കാനാണ് കമലിനെയും കൊണ്ട് പോകുന്നതൊക്കെ. എന്നിട്ട് നീ പറഞ്ഞ സാധനങ്ങൾ എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാം ആശാൻ, വണ്ടി വിട്ടോ എന്ന് പറയുകയാണ്. അതേസമയം ശാലിനി ആലോചിക്കുന്നുണ്ട്, എന്നോട് പോലും പറയാതെ വിഷ്ണുവേട്ടൻ ഈ രാത്രി എവിടെയായിരിക്കും പോയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശാലിനി ബാൽക്കണിയിലേക്ക് വന്നിട്ട് നോക്കുകയാണ്. വിഷ്ണുവിൻ്റെ വണ്ടി വരുന്നോ ഇല്ലയോ എന്ന് നോക്കി ഇരിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും കമലിനും കൂടി ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട്. അന്നേരം വണ്ടി നിർത്തിയിട്ട് വിഷ്ണുവിനെ നോക്കിയാണ്. ദാ അവിടെ തന്നെയാണെന്ന് പറയുന്നുണ്ട്, ആ സ്ഥലം അത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് നീ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുമെന്ന് പറയുകയാണ്. മൺവെട്ടിയും പിക്കാസും ഒക്കെ കമൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്ഥലം ലൈറ്റ് അടിച്ച് ഇവർ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇവിടെ അടയാളം വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് വിഷ്ണു ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു പറയുകയാണ്, ഇവിടെയാണ് നസീറിൻ്റെ ബോഡി കുഴിച്ചിട്ട സ്ഥലം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ പ്രേതം എവിടെയൊക്കെ കാണുമെന്ന് ഇങ്ങനെ കമലൻ ചോദിക്കുകയാണ്. ഞാൻ വണ്ടിയിലിരുന്നുകൊണ്ട് കമലിനോട് വിഷ്ണു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകണം. അന്നേരം അതുണ്ടായിരുന്നെങ്കിൽ എന്നെ അച്ഛൻ എന്നെ പിടിയിലായണേന്നൊക്കെ വിഷ്ണു പറയുകയാണ്. അന്നേരം അടയാളം നോക്കുമ്പോൾ ഒരു കമ്പിങ്ങനെ കുത്തി വെച്ചിരിക്കുന്ന കാണിക്കുകയാണ്. അന്നേരം പെട്ടെന്നാവട്ടെ നമുക്ക് വേലായുധനെ പോലീസ് കൊണ്ടുപോയിരിക്കുകയല്ലേ, ബോഡി കുഴിച്ചിട്ട സ്ഥലം പറഞ്ഞു കൊടുക്കും, അപ്പോൾ നമുക്കിത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണമെന്ന് പറയുകയാണ്. പിന്നെ കമലിന് ആകെപ്പാടേക്ക് പേടി, ആശാൻ ഇതാകെ പ്രശ്നമാവില്ലേ, ഞാനാണെങ്കിൽ കല്യാണം പോലും കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം ഒരു പ്രശ്നമില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ശാലിനിയുടെ അച്ഛനും അമ്മയും ജയിലിൽ പോകാനായിട്ട് പാടില്ല, പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, ശാലിനിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്, ഇത് ശാലിനിയുടെ ഔദ്യോഗിക ജീവിതത്തിനൊരു തലവേദനയാണ്, അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു എന്നറിഞ്ഞാൽ അവൾക്ക് തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ സാധിക്കില്ല, പിന്നെ ഞാൻ എന്തിനാ അവളുടെ ഭർത്താവെന്നും പറഞ്ഞ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു പറയുമ്പോൾ അപ്പോൾ ഇതൊരു തലവേദനയാണല്ലേ എന്ന് പറയണം, അപ്പോൾ നമ്മൾ പ്രശ്നത്തിലാണല്ലേ എന്നൊക്കെ കമലൻ ചോദിക്കുകയാണ്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, അല്ലെങ്കിൽ നീ തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കമലൻ വീണ്ടും ചോദിക്കുകയാണ്, ആശാനെ ഇത് പ്രശ്നമില്ല, നമ്മളും പെടില്ലേ, നമ്മളും ജയിലിൽ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആരും അറിയില്ല, ഒറ്റ കുഞ്ഞും അറിയില്ല, ഇത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി, വേറൊരു പ്രശ്നമില്ല, നീ 24 മണിക്കൂറും നീ നിൻ്റെ ഏട്ടത്തി അമ്മയാണെന്നൊക്കെ പറയില്ല, ആ ഒരു ഏട്ടത്തി അമ്മയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ നാട്ടുകാർ തെറി വിളിക്കുന്നതിന് നോക്കി നിൽക്കാനായിട്ട് നിനക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിഷ്ണു അങ്ങോട്ട് കുഴി അങ്ങോട്ട് കുത്താൻ തുടങ്ങുന്നുണ്ട്. അന്നേരം കമലിനൊരു ചെറിയൊരു ഉണർവെന്ന പോലെ പറയുകയാണ്, ഇനിയിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ ഏട്ടത്തി അമ്മയും ആശാനും ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല, ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അതവിടെ നിന്ന് അതിങ്ങനെ കുഴി ഇങ്ങനെ വെട്ടുന്നതാണ് കാണിക്കുന്നത്. അന്നേരം അതവരെ അവിടെ നിന്ന് മാറ്റുമായിരിക്കാം. ഇതേസമയം ആ രാത്രി തന്നെ ശാലിനിയാണെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് ശാലിനി അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം ശാരിക ഇറങ്ങി വരികയാണ്. അന്നേരം നീ എന്താ ഈ രാത്രിയിൽ ചോദിക്കുമ്പോൾ പിന്നെ അച്ഛൻ എവിടെ അമ്മ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണനും ശാരദാമ്മയും കൂടി ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടൻ എവിടെയും ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു രാത്രി എവിടെ പോയി, ഇവിടെ വന്നില്ലല്ലോ എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം നിങ്ങളറിയാതെ വിഷ്ണുവേട്ടൻ എങ്ങോട്ടും പോയില്ല, വിഷ്ണുവേട്ടൻ വീട്ടിലില്ല, പിന്നെ ഭ്രാന്ത് പിടിച്ചതുപോലെ വിഷ്ണുവേട്ടൻ ഓടി നടക്കുകയാണ്, എന്തൊക്കെയോ നിങ്ങൾ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം വിഷ്ണു എവിടെ പോയതാണെന്ന് അറിയാമെങ്കിൽ വിഷ്ണുവിനോട് ചോദിക്കണം, അല്ലാതെ ഇവിടെ വന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്തോ നിങ്ങൾ ഒളിക്കുന്നുണ്ട്, ഒന്നുകിൽ വിഷ്ണുവേട്ടൻ എന്തോ കുഴപ്പത്തിൽ ചാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾ ചെയ്ത് എന്തോ കുറ്റം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണുവേട്ടൻ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്കാണെങ്കിൽ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്, ശാരിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ടും ശാലിനി ചോദിക്കുന്നുണ്ട്, നസീറിൻ്റെ മരണമായിട്ട് വിഷ്ണുവേട്ടൻ്റെ ബന്ധമുണ്ടോ, അതെ നിങ്ങൾ ആരെങ്കിലും ആണോ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അമ്മ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് എന്നോട് പറയുന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ പറയാനായിട്ട് വരുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, നീ എന്ത് ഭ്രാന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനിത് അറിഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്നും പറഞ്ഞ് ശാലിനി അങ്ങോട്ടത്തേക്ക് ഇരിക്കുകയാണ്. അന്നേരം വിഷ്ണു എവിടെ പോയി എന്നറിയണമെങ്കിൽ അവനോട് ചോദിക്കണം, അല്ലാതെ ഇവിടെ വന്ന് കിടന്ന് തുള്ളിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഈ കൊലപാതകം ചെയ്തതെന്നോ, നീ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെ വല്ല നിനക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പോലീസുകാരെ കൊണ്ടുവന്ന് അച്ഛനെ അമ്മയെ അറസ്റ്റ് ചെയ്യിച്ച് കൊണ്ട് ഇടിപ്പിച്ച് സത്യം പറയുക, അല്ലാതെ ജോലിയുടെ
പവർ ഇവിടെ വന്ന് കാണിക്കുകയല്ല വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരവും പിന്നെ ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടനോട് ചോദിക്കാം, വിഷ്ണുവേട്ടനെ കിട്ടണ്ടേ, ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുകയാണ്, എൻ്റെ പേടി വിഷ്ണുവേട്ടൻ ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുമെന്നാണ്, ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്ന് എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ രക്ഷിച്ചേ മതിയാവും, അതുകൊണ്ട് പറയാമ്മ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ശാരദാമ്മയുടെ കൈ പിടിച്ച് ദയനീയമായിട്ട് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, ഇല്ല മോളെ, നീ ചിന്തിച്ച് കൂട്ടുന്നത് പോലെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, എങ്കിൽ അച്ഛൻ്റെ തലയെ കൈവച്ച് അമ്മ പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞെന്ന് പറയുക. അന്നേരം ശാരദാമ്മ ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടോ ഇവിടെ, അതാണ് അമ്മ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നത്, പറയമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ ശാരദാമ്മയെ പിടിച്ച് കുലുക്കുകയാണ്. ശാരദാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു വെപ്രാളത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ ശാരദാമ്മയുടെ കൈ പിടിച്ചിട്ട് ഗോപാലകൃഷ്ണൻ്റെ തലയിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, നീ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, സത്യം ദാ എന്നാണ് സത്യം എന്ന് പറയുകയാണ്. ഇപ്പം നിനക്ക് സമാധാനമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരവും ശാലിനി ഇങ്ങനെ തറപ്പിച്ച് രണ്ടുപേരെയും നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ശാലിനിയൊന്നും മിണ്ടുന്നില്ല. അത്രയുമാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുമായിരിക്കും. അപ്പോൾ വിഷ്ണു അത് അവിടെ നിന്നും മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും മാറ്റും. അതിപ്പോൾ വിഷ്ണുവിനും കമലിനും മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ വേലായുധം പറഞ്ഞനുസരിച്ച് വരുമ്പോൾ സിനിമ പോലെ ആവാനാണ് സാധ്യത. അവിടെ വരുമ്പോൾ അവിടെ ഒന്നും കാണില്ല. അപ്പോൾ ഇതിന് ബാക്കി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എന്തായാലും ശാലിനി എന്തായാലും ഒരു കാര്യങ്ങൾ കണ്ടുപിടിക്കും എന്താണെന്നുള്ളത്. പക്ഷേ ശാലിനി ഒരു നിയമത്തിൻ്റെ വഴിയെ പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.